ത്രിയേക ദൈവത്തിന് സ്തുതി. സഭയുടെ ആരാധനാ വർഷത്തിലെ ഏറ്റവും പ്രധാന കാലമായ 25 നോയമ്പ് കാലം, കർത്താവിൻ്റെ ജനനത്തിനായി തിരുസഭ ഒരുങ്ങുന്ന കാലം, എൽദോ നോമ്പ് എന്നൊക്കെ ഈ കാലത്തെ പറയാറുണ്ട്. ഇന്നത്തെ വേദഭാഗമായി നാം ധ്യാനിക്കുന്നത് സ്നാപക യോഹന്നാൻ്റെ ജനനമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെ. എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അപ്പൻ്റെ പേർ പോലെ അവന് സഖറിയാവ് എന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവൻ്റെ അമ്മയോ അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അവർ അവളോട്, നിന്റെ ചാർച്ചയിൽ പേരുള്ളവർ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവന് എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവനൊരു എഴുത്തുപലക ചോദിച്ചു. അവൻ്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവൻ്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാവർക്കും ഭയം ഉണ്ടായി. യഹൂദ്യ മലനാട്ടിൽ എങ്ങും ഈ വാർത്ത ഒക്കെയും പരന്നു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു രാജാവ് എഴുന്നള്ളതിന് മുമ്പ്, രാജാവിൻ്റെ പ്രൊസഷന് മുമ്പ്, രാജാവിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് ഒരു വിളംബര സൈന്യം വരാറുണ്ട്. ഓൾവേസ് ഇൻ ഫ്രണ്ട് ഓഫ് എ കിങ് ദർ വിൽ ബി ആൻ അനൗൺസിങ് ടീം. നമുക്കറിയാം, ഇപ്പോൾ ഇലക്ഷൻസിൻ്റെ കാലമാണ്. ഈ ഇലക്ഷൻസിൻ്റെ കാലത്ത് നാം കാണുന്നുണ്ട്, പ്രധാന നേതാവ് വരുന്നതിന് മുമ്പേ പ്രധാന നേതാവ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെൻറ്റ്സ് നടക്കുന്നത്. കർത്താവിൻ്റെ ജനനത്തിന് മുമ്പായി കർത്താവിൻ്റെ ജനനത്തെ വിളിച്ചറിയിക്കുന്ന, കർത്താവിൻ്റെ ശുശ്രൂഷയെ ജനത്തോട് അറിയിക്കുന്ന ഒരാൾ വരുന്നു, സ്നാപക യോഹന്നാൻ. യോഹന്നാൻ്റെ ജനനം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിലും മലാഖി പ്രവചനത്തിലും മുന്നമേ പറഞ്ഞിട്ടുണ്ട്. അഥവാ തിരുവെഴുത്തുകളുടെ പ്രവചന നിവൃത്തിയാണ് യോഹന്നാൻ്റെ ജനനം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നാണ് യോഹന്നാനെക്കുറിച്ച് പറയുന്നത്. ഈ പ്രത്യേക ജനനത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. യോഹന്നാനെക്കുറിച്ച് പറയുന്നത് ബ്ലെയ്സ് പാസ്കൽ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നു: ഹി ആസ്ക്ഡ് പീപ്പിൾ ടു തിങ്ക് ഡീപ്ലി. ആഴമായ ചോദ്യങ്ങൾ ചോദിപ്പാൻ വിളിച്ചയാളാണ് യോഹന്നാൻ. റിപ്പൻറ്റ് എന്ന് പറയാൽ തന്നെ തിങ്ക് ഡീപ്ലി, സെർച്ച് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തെ അന്വേഷിച്ച് ദൈവഹിതം തിരക്കി ആഴമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് മരുഭൂമിയിലേക്ക് പോകുന്നത്. ഡെസേർട്ട് ഫാദേഴ്സായിട്ട് വർക്ക് ചെയ്ത, ഡെസേർട്ട് മൊണാസ്ട്രിയിൽ മുഴുവൻ പ്രവർത്തിച്ചവരുടെയും ഒരു പേട്രൺ സെയിൻ്റാണ് സ്നാപക യോഹന്നാൻ എന്നുകൂടെ ഓർക്കട്ടെ. മരുഭൂമിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരു ധ്യാനത്തിലേക്ക്, ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോയി എന്നുകൂടെ അർത്ഥമുണ്ട്. സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കൾ വളരെ പ്രത്യേകത നിറഞ്ഞവരാണ്. അബിയാക്കൂറിൽ ഉള്ള സഖറിയ പുരോഹിതനും വംശാവലിയിൽ അഹരോന്യ പാരമ്പര്യത്തിലുള്ള എലിസബത്ത്, ഈ 2 പേർ ചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും. ഈ 2 പേരും ആഴമായ ധ്യാനത്തിൻ്റെ, ആഴമായ പ്രാർത്ഥനയുടെ, ആഴമായ ദൈവാശ്രയത്തിൻ്റെ മകുടോദാഹരണങ്ങളാണ്. എല്ലാ കൽപ്പനകളിലും അവർ നീതിയുള്ളവരായിരുന്നു എന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നു. സോ ജോൺ വാസ് ബോൺ ടു എ ഫാമിലി വിത്ത് ഹെറിറ്റേജ്, വിത്ത് ഹെവി സ്പിരിച്വൽ ഹെറിറ്റേജ്. അബിയാക്കൂറിലെ പുരോഹിതന് 1 വർഷത്തെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ദൂതനെ കാണാൻ സാധിക്കുന്നത്. ഒരു കെയർലെസ്സായ, ഇൻഡിസിപ്ലിൻഡായ ഒരു പൗരോഹിത്യമല്ല അത്. തൻ്റെ ആരാധനാ ജീവിതത്തെ
ഏറെ ഗൗരവമായി കാണുന്ന ഒരാളായിരുന്നു സഖറിയാവെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെയാണ് ദൂതൻ്റെ സംസാരം കേൾക്കുന്നത്. ദൂതൻ്റെ വിസ്മയകരമായ വാർത്ത കേട്ടതിന് ശേഷം ഒരു വിസ്മയകരമായ സത്യം അറിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ആഴമുള്ള മൗനത്തിലേക്ക് സഖറിയാവ് പ്രവേശിക്കുകയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു പുസ്തകമാണിത്. തിമത്തി തോമസ് അച്ഛൻ എഴുതിയ ഒരു പുസ്തകം. 25 നോയമ്പിൻ്റെ ധ്യാനങ്ങളാണ്. ദി അൺകണ്ടെയ്നബിൾ ഗോഡ് ഇൻ എ മേഞ്ചർ, ദ മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ. ഉൾക്കൊള്ളാൻ സാധിക്കാത്തവണ്ണം വലിയവനായ ദൈവം പുൽത്തൊട്ടിലിൽ ആയിരിക്കുന്നു, പശുത്തൊട്ടിലിൽ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജഡാവതാരത്തിൻ്റെ മർമ്മം, വലിയ മർമ്മം. ആ മർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള പടിപടിയായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഖറിയാവും എലിസബത്തും ഈ ഒരുക്കത്തിൽ നമുക്ക് ചില അടയാളങ്ങൾ തരുന്നുണ്ട്. സഖറിയാവ് വളരെ ഒരുക്കത്തോടെ ആരാധന ജീവിതം നയിക്കുമ്പോൾ, എലിസബത്ത് താൻ ഗർഭിണിയായി എന്ന് കണ്ടതിന് ശേഷം 5 മാസം മാറിപ്പാർത്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 24-25 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നു. ആഫ്റ്റർ ദീസ് ഡേയ്സ് ഹിസ് വൈഫ് എലിസബത്ത് കൺസീവ്ഡ് ഫോർ 5 months. ഷീ കെപ്റ്റ് ഹെർസെൽഫ് ഹിഡൻ, saying, Thus the Lord has done for me in the days when he looked on me, took away my reproach among people. അവൾ ഒളിച്ചു പാർത്തു എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അവൾ ഒളിച്ചു പാർക്കുകയല്ല, അവൾ ആഴമായ ധ്യാനത്തിൽ, ഡീപ്പ് കോൺവെർസേഷൻ വിത്ത് ഗോഡിൽ പാർക്കുന്നു എന്നാണ് പിതാക്കന്മാർ ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തെ സഗൗരവമായി കാണുന്ന, ജീവിതത്തെ ആഴത്തിൽ കാണുന്ന മാതാപിതാക്കളുടെ ഒരു പൈതൽ ജനിക്കുകയാണ്. ഇതാണ് ഈ ജനനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഡെഡിക്കേറ്റഡ് കമ്മിറ്റഡ് ഫാമിലീസിൽ നിന്നാണ് കമ്മിറ്റഡ് പേഴ്സൺസ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ച് പറയുന്ന കഥകളിൽ ഏറ്റവും വലുത് സാധു സുന്ദർ സിംഗ് മാരാമൺ പ്രസംഗിച്ചപ്പോൾ ഉമ്മനച്ചൻ്റെ മനസ്സിൽ തങ്ങൾക്കിനി ഉണ്ടാകാൻ പോകുന്ന പൈതൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുമെന്ന് ചിന്തിക്കുകയും അതേ സമയത്ത് തിരുമേനിയുടെ മാതാവും അതേ പ്രാർത്ഥന, അതേ പന്തലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കമ്മിറ്റഡായ പേരൻസിനകത്താണ് ഡെഡിക്കേറ്റഡായ മക്കൾ ഉണ്ടാവുന്നത് എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ടാണ് ഈ ഭാഗം നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക. എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവളൊരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, ആരാധിക്കുന്നവരുടെ, വിശ്വസിക്കുന്നവരുടെ ഒരുമിച്ചുള്ള കൂടിവരവ്. പ്രാർത്ഥനയും ധ്യാനവും വ്യക്തിപരമായ അനുഭവമായിരുന്നു. അതിൽ 3 മാസം കന്യകമറിയാം കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാമെങ്കിലും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങൾ ഇതാ ഒരു ജനത്തിൻ്റെ സന്തോഷമായി മാറുകയാണ്. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റെയർ എ ചൈൽഡ് എന്ന് പറയാറുണ്ട്. ഒരു കുട്ടിയെ വളർത്തുവാൻ ഒരു ദേശം മുഴുവൻ ആവശ്യമുണ്ട് എന്ന് പഴയകാല ചിന്തയാണ്. ഇക്കാലത്തും അത് ശരിയാണ്. അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് വന്ന് സന്തോഷിച്ചു. അതുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ ഒരുമിച്ചുള്ള വരവിലാണ് യോഹന്നാൻ്റെ ജനനം ആഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊരു എക്ലീഷ്യൽ ഇവൻ്റാണ്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ പേഴ്സണൽ ഇവൻ്റ്, ദിസ് ഇസ് എ കളക്റ്റീവ് എക്സ്പീരിയൻസ്. അതിനുശേഷം നാം കാണുന്നത് കുഞ്ഞിനെ കൃത്യമായ 8-ാം ദിവസത്തിൽ അന്നത്തെ മര്യാദ അനുസരിച്ച് പരിച്ഛേദന ചെയ്യാൻ അവർ ഒത്തുവരികയാണ്. സഖറിയാവ് പിറക്കുന്നത് ഒരു ട്രഡിഷൻ അകത്താണ്, ചില ഡിസിപ്ലിൻസിന് അകത്താണ്. റിച്ചാർഡ് ഫോസ്റ്ററിൻ്റെ മനോഹരമായൊരു പുസ്തകമുണ്ട്, സെലിബ്രേറ്റ് ഡിസിപ്ലിൻസ്, ഡിസിപ്ലിൻസിനെ ആഘോഷിക്കുക എന്ന്. അതുകൊണ്ടൊരു ഡിസിപ്ലിൻ അകത്താണ് സഖറിയാവ് പിറക്കുന്നതും പിറന്നു വീഴുന്നതും. 8-ാം ദിവസം ആ ഒരു പാരമ്പര്യം അനുസരിച്ച് തന്നെ പരിച്ഛേദന കഴിപ്പാനായി ചെല്ലുന്നു. അന്നാണ് നാമകരണവും ചെയ്യുന്നത്, പേരിടുന്നത് അന്നാണ്. എന്നാൽ അവിടെയാണ് ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത്. പേര് പുതിയതാണ്. പൊതുവെ വലിയപ്പച്ചൻ, വലിയമ്മച്ചി പാരമ്പര്യത്തിലുള്ള
കഴിഞ്ഞ തലമുറയിലുള്ളവരുടെ പേര് ചേർത്താണ് പേര് നൽകുന്നത്. ഈ പുതിയ പേര് നൽകുക വഴി ഇതൊരു പുതിയ ആളത്വമാണ്, ഒരു പുതിയ ദൈവിക ഇടപെടലാണ്, ഒരു പുതിയ പ്രപഞ്ചത്തെക്കുറിച്ച് പറയാൻ വരുന്ന ഒരാളാണ്, പുതിയൊരു മിഷനാണ്. സോ നെയ്മിങ് എ പേഴ്സൺ ഈസ് ടു സേ ദാറ്റ് ദിസ് ഇസ് എ ന്യൂ പേഴ്സൺ, എ ന്യൂ പർപ്പസ്, എ ന്യൂ പെർസ്പെക്റ്റീവ്, എ ന്യൂ ഇൻ്റർവെൻഷൻ ഓഫ് ഗോഡ് ഈസ് കമ്മിങ്. ഇതാണ് അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധി. സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കളുടെ പേരല്ല അമ്മ പറയുന്ന പേര്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, പിതാവിന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. മാതാവ് എങ്ങനെ ഈ പിതാവിൻ്റെ ഉള്ളിലെ പേരറിഞ്ഞു? മാതാവിന് പിതാവിനോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഈ പേരറിഞ്ഞു? അതിൻ്റെ അർത്ഥം അവരുടെ ഇടയ്ക്കുള്ള വലിയൊരു ആത്മീക ബന്ധം ഉണ്ട്. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ തമ്മിൽ ബോഡി റിലേഷൻഷിപ്പ്, മൈൻഡ് റിലേഷൻഷിപ്പ്, സോൾ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. ഹീബ്രു ട്രഡീഷനിൽ അവർ പറയാറുണ്ട്, ആദത്തിൻ്റെ ആത്മാവിൻ്റെ പകുതി കൂടെയാണ് ഹൗവയുടെ ആത്മാവെന്ന് പറയാറുണ്ട്. അതുകൊണ്ടിതാ ഇവർ തമ്മിലുള്ള മിസ്റ്റീരിയസ് ആയ ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിലാണ് ഈ പേര് നൽകപ്പെടുന്നത്. ആ റിലേഷൻഷിപ്പിൽ ദൈവത്തെയാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. ദൈവത്തിൽ നിന്ന് അവരനുഭവിച്ച നന്മയ്ക്ക് തക്കവണ്ണമാണ് ഈ പേരിടുന്നത്. ദൈവം സ്നേഹം നൽകുന്നു, ദൈവം കരുണ കാണിക്കുന്നു, ദൈവത്തിൻ്റെ വലിയ ദയ എന്നീ അർത്ഥങ്ങളൊക്കെ പറയാം. അപ്പോൾ ദൈവത്തിനെ തങ്ങൾ അനുഭവിച്ചതിന് പ്രകാരം അവർ ഈ കുഞ്ഞിന് പേരിടുകയാണ്. അമ്മ പറയുന്ന പേര് കേട്ടിട്ട് കൂടി വന്നവർക്ക് അങ്ങോട്ട് സന്തോഷമാകുന്നില്ല. അവർ ചെന്നിട്ട് അപ്പനോട് ചോദിക്കുകയാണ്. അപ്പനൊരു എഴുത്തുപലക ചോദിക്കുന്നു. എഴുത്തുപലകയിൽ അപ്പൻ ഇത് എഴുതുകയാണ്. അപ്പൻ ഈ പേര് യോഹന്നാൻ എന്ന് എഴുതുമ്പോൾ അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ദ ക്വസ്റ്റ്യൻ വാസ് ഡിഫറെൻറ്റ്, ദി ആൻസർ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അമ്മ പറഞ്ഞത് തെറ്റായിരിക്കുമല്ലോ എന്ന് കറക്റ്റ് ചെയ്യാനാണ് പോയത്. എന്നാൽ ഇതേ ദൈവത്തിൻ്റെ ഇടപെടലാണ് അവിടെയും എന്ന് കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെടുകയാണ്. ഈ ഭാഗത്ത് പലതവണ ആശ്ചര്യം എന്നത് ഉപയോഗിക്കുന്നുണ്ട്, വണ്ടർ. ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ പലപ്പോഴും ആശ്ചര്യം നിറഞ്ഞതാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, ദൈവ പദ്ധതി മനുഷ്യ പദ്ധതി പോലെയല്ല എന്ന് വചനമുളനീളം പഠിപ്പിക്കുമ്പോൾ 400 വർഷത്തെ സൈലൻസിന് ശേഷം ഇതാ ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ സമീപിക്കുകയാണ്. രാജാവിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് വരവ് പ്രഘോഷിക്കുന്ന ആൾ ഇതാ സന്നിഹിതനാകുന്നു. ഇത് ഭയങ്കര വിസ്മയകരവും അതിശയകരവുമാണ്. മോഡേണിറ്റി ചെയ്ത ഏറ്റവും വലിയ ഡേഞ്ചർ, ആധുനികതയുടെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് അമ്പരപ്പെടാനും വിസ്മയിക്കാനും കൗതുകപ്പെടാനുമുള്ള നമ്മുടെ കഴിവ് ഇല്ലാതാക്കി എന്നുള്ളതാണ്. എല്ലാത്തിനെയും വിമർശിക്കുകയും എല്ലാത്തിനെയും ലോജിക്കിൽ മാത്രം കാണുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ദൈവമുഖത്തേക്ക് നോക്കാനോ പ്രപഞ്ചത്തേക്ക് നോക്കി തന്നെ അത്ഭുതപ്പെടാനോ കൗതുകപ്പെടാനോ ഒരു ചെടിയെ നോക്കി സന്തോഷിക്കാനോ ഒരു പൂമ്പാറ്റയെ നോക്കി അത്ഭുതപ്പെടാനോ ഉള്ള ശിശുതുല്യമായ ഒരു ആശ്ചര്യത്തിൻ്റെ ആത്മാവിൽ നിന്ന് നാം നാടുകടത്തപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റൈഡ് റാഷണലിസം, ഡിപ്രസീവ് റാഷണലിസം എന്നൊക്കെ പറയുന്നത്. അവർ ആശ്ചര്യത്തിൽ പ്രവേശിക്കുകയാണ് എന്ന് മാത്രമല്ല, ഉടനെ അവൻ്റെ വായും നാവും തുറന്നു. ഇതൊരു രസകരമായ വാക്കാണ്. നമുക്കറിയാം, നമ്മളെ കറണ്ട് അടിച്ചാൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല, കുറേ സമയമെടുക്കും. കറണ്ട് അടിക്കുന്നതിനേക്കാൾ എത്രയോ ഡെപ്തുള്ള ഒരു എക്സ്പീരിയൻസിലാണ് അദ്ദേഹം കടന്നുപോയത്. വെരി ഡീപ്പ് എൻകൗണ്ടർ വിത്ത് ഗോഡ്. ആ എൻകൗണ്ടറിൽ സൈലൻസ് ആണ് ഉണ്ടാവുന്നത്. എൻ്റെ ആത്മാവേ, നീ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. ആ മൗനം എന്ന് പറയുന്നത് വാക്കുകളില്ലാതാവുകയല്ല, വാക്കിന് പറയാൻ പറ്റാത്ത തലത്തിലേക്ക് വാക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. സൈലൻസ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് വേർഡ്സ്, സൈലൻസ് ഈസ് ദി ട്രാവൽ ബിയോണ്ട് ദി വേർഡ്സ്. അവിടെ ഇതാ താൻ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ നാവും വാക്കും തുറക്കുകയും അവൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വലിയ അത്ഭുതം കാണുമ്പോൾ പ്രൈസിങ് ഗോഡായിട്ട് മാറുകയാണ്.
ദൈവം ഇടപെടുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന് മഹത്വം കരയറ്റുന്ന, ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരുകയാണ്. ഈ വേദഭാഗം ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും സൂക്ഷ്മമായ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടെന്നും ദൈവം ഇടപെട്ട് ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ ഉണ്ടാകുമ്പോൾ അത് ദൈവസ്തുതിയായി ദൈവിക സമർപ്പണമായി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയുമാണ് നമ്മൾ കാണുന്നത്. ഈ വാർത്ത ആ ദേശത്തൊക്കെയും പരക്കുകയും അവരെല്ലാവരും ഒരു ഡീപ്പ് റിഫ്ലക്ഷനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ലൈഫ് എന്താണ്, ദൈവത്തിൻ്റെ ഇടപെടൽ എന്താണ്, ദൈവം എന്തോ വൻകാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന കൺസേൺസ്, ദൈവത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, ദൈവം ലോകത്തിൽ ഇടപെടുമെന്നുള്ള പ്രതീക്ഷ, ദൈവത്തിൻ്റെ മശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷ, ഇത് മനുഷ്യരിലേക്ക് ഉണർത്തുന്ന തരത്തിൽ ഒരു ജനനമാണ് ഈ നടക്കുന്നത്. ഇന്നും ഓരോ ജനനവും പ്രതീക്ഷ ഉള്ളതാണ്, ഓരോ ജനനവും പ്രത്യാശ നൽകുന്നതാണ്. യോഹന്നാൻ്റെ ജനനം ധ്യാനിക്കുന്ന ഈ ദിവസം ചില ആലോചനകൾ നമ്മൾ പങ്കുവച്ചു. ഒന്നാമതായി, ഒരു കമ്മിറ്റഡ് ഫാമിലിയിലാണ് ഡെഡിക്കേറ്റഡ് ചൈൽഡ് ഉണ്ടാവുന്നത്. കമ്മിറ്റഡ് ഫാമിലിയിൽ ഡെഡിക്കേറ്റഡ് ചൈൽഡ് ഉണ്ടാവുന്നു. രണ്ടാമതായി, ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത, ആ കുഞ്ഞൊരു ട്രഡീഷനകത്താണ് വളരുന്നത്. ഒരു ട്രഡീഷൻ ഒബ്സർവ് ചെയ്യുന്നിടത്താണ് ലൈഫിന് ഡെപ്ത് ഉണ്ടാവുന്നത്. എന്നാൽ വെറുതെ ട്രഡീഷൻ ഒബ്സർവ് ചെയ്യുക മാത്രമല്ല, തങ്ങൾ അനുഭവിച്ച ദൈവത്തിലൂടെ there is a novelty in tradition. ആ നെയിമിങ്ങിലാണ് നമ്മൾ കാണുന്നത്. കേവലം പേരിടുകയല്ല, അത് ദൈവത്തെ അറിയിക്കുന്ന ഇടപെടലായി മാറുകയാണ്. അങ്ങനെ ഇടപെടലായി മാറിക്കഴിഞ്ഞപ്പോൾ അത് അപ്പനും അമ്മയ്ക്കും ഇടയ്ക്കുള്ള വലിയൊരു ആത്മീക അനുഭവമാകുന്നു. ദേശത്തിൻ്റെ ഒരു ആത്മീക അനുഭവമാകുന്നു. പ്രതീക്ഷയുടെ അനുഭവമാകുന്നു. രാജാവായ കർത്താവിൻ്റെ വരവിനെ, രാജാവായ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അറിയിക്കാൻ മുന്നമേ വന്ന പ്രവാചകനാണിത്. പാസ്കൽ പറഞ്ഞതുപോലെ, ആസ്ക് ഡീപ്പർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ലൈഫ്, ആസ്ക് ഡീപ്പർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈ ജനനം നമ്മളിൽ പുതുചോദ്യങ്ങൾ ജനിപ്പിക്കുകയും നമ്മുടെ കാഴ്ചപ്പാടുകൾ, പുതുചിന്തകൾ ഉണർത്തുകയും ചെയ്യുകയും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ഈ നോമ്പുകാലത്ത് ഏറ്റവും പുണ്യമുള്ള ഒരു ദിവസമാക്കി ഈ ദിവസത്തെ മാറ്റുകയും ചെയ്യട്ടെ. ഈ ഭാഗം നമുക്ക് വായിക്കാനില്ലായിരുന്നെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായി പോയിനെ. കാരണം ഇതൊരു സമർപ്പിക്കപ്പെട്ട കുടുംബത്തിൻ്റെയും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു പ്രവാചകൻ്റെയും മുന്നറിയിപ്പിൻ്റെയും ദൂതിൻ്റെയും കൂടെ സമയം. ദൈവം നമ്മെ കാക്കട്ടെ. ആമേൻ.